വേണ്ട. പാതിരാക്കൂന്ന് വിളിക്കുന്ന പോലും ശബ്ദം. അതിന് നിങ്ങൾ എന്തിനാ മനുഷ്യ ആളെ പഠിപ്പിക്കാൻ വിളിച്ചു കൂടെ? എടേ നിനക്ക് അറിയാമല്ല, പാതിരാക്കുമ്പം വിളിച്ച വടക്കേ പനങ്കാട്ടിന്ന് ആളെ കൊല്ലി മറുതി ഇറങ്ങും. എന്നിട്ട് മനുഷ്യന്മാരുടെ ചങ്ക് പൊളിച്ച് പച്ച ചങ്ക് കടിച്ച് കീറി തിന്നും. അയ്യോ, നിങ്ങൾക്ക് എപ്പോഴും പേടിയാ. ശബ്ദം കേട്ടത് കാമനും കൂവനും ഒന്നും അല്ല, മനുവിന്റെ മുറിയുന്ന. ആണോ? എടി കാർത്തു, എനിക്കൊരു സംശയം. എന്താ? ശബ്ദം കേട്ടത് അവന്റെ മുറിയിലാണെങ്കിൽ മറുത് അവന്റെ മുറി തന്നെ കാണും. വേണ്ട, നീ ഇവിടെ വാ. വാ മനു, മോനെ മനു, നീ വാതിൽ തുറക്കടാ മോനെ. എന്താ മോനെ, എന്ത് പറ്റി? സ്വപ്നം കണ്ടു. സ്വപ്നം കുന്തം. നിനക്ക് ഈ പ്രായത്തിൽ നല്ലത് വല്ലതും കണ്ട് ചിരിക്കാൻ മേലേടാ. മോനെ നീ എന്ത് സ്വപ്ന കണ്ടേ? ദുസ്വപ്നം. അത് കഴിച്ചിട്ട് നിനക്കെന്തിനാടി ഒറ്റയ്ക്കിരിക്കും പേടിച്ച് വിളിച്ച് കൂവാനോ? നീ പോയി കാപ്പിട്. ഓ എടാ മോനെ, നീ എന്ത് സ്വപ്ന കണ്ടേ? അയ്യോ, ആരാ ആരാ ആരാ? നീ ഒന്ന് പോയി നോക്കിയടാ. ഓ, ഇങ്ങനെ ഒരു പേടിത്തോണ്ട് അച്ഛൻ തന്നെ പോയി നോക്കിയാൽ മതി. എനിക്ക് പേടിയൊന്നുമില്ല. അയ്യോ, ആരാ? ഞാനാണ്. ഞാനെന്ന് പറഞ്ഞ ഞാനാ പപ്പൻ. തുറക്ക. ആരായിരുന്നോ? ഞാൻ വിചാരിച്ചേതോ മറുതയാണ്. എന്നും കാലത്ത് കോലോത്ത് ഒന്ന് ഞാൻ ഉണ്ടാക്കി ഇഡ്ഡലിയും ദോശയും വെട്ടി വിഴുങ്ങുമ്പോ തനിക്ക് മറുതാക്കറുത്ത ചോദ്യമൊന്നും ഇല്ലല്ലോടോ. പല്ലെത്താൻ കുളത്തി മുങ്ങി കുളിച്ചു കയറിയെന്ന്. പൂജയ്ക്ക് തന്ത്രിയെ വിളിച്ചോണ്ടിരാൻ വൈകിയതിന് ചുണ്ടി കയറി ഇരിക്കുക. താൻ വാ. ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോയാ പോരെ? തന്റെ കാപ്പിയും കുടിച്ചോണ്ട് ഇവിടെ നിന്നാലേ ഞാൻ ആപ്പിലാവും. വാ. ഓ, നാരായണൻകുട്ടി, ആരോ പല്ലി ഞറുമുന്ന പോലൊരു ശബ്ദം താൻ കേട്ടോ? ഞാൻ ഒന്നും കേട്ടില്ല. എന്നാ ഞാൻ കേട്ടു. ഈ സമയം ഏതാണെന്നറിയാമോ? ആ സമയം? ഈ സമയത്താണ് പ്രേതാത്മാക്കൾ തൊണ്ട വരണ്ട് ദാഹശമനി തേടി ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നത്. എടോ, താലി ദാഹശമനി എന്നൊക്കെ പറഞ്ഞ പ്രേതങ്ങളെ ഇങ്ങോട്ട് പിടിച്ചു വരുത്താതെ അവറ്റകൾ നമ്മുടെ കൊരവള്ളി കടിച്ചു കീറി ചോര വലിച്ചു കുടിക്കും. ആരോ ഇരിക്കുന്നത് പോലെ. ഒരനക്കവുമില്ല. അരകല്ലിന് കാറ്റ് പിടിച്ച പോലെയാ. എടോ നാരായണൻകുട്ടി, അത് അരകല്ലല്ല, പൂജയ്ക്ക് തേവരശ്ശേരി എന്ന് വന്ന തന്ത്രിപ്പാടാ. എടാ തന്ത്രി, അവിടെ പോയി വിളിക്കണം. നമസ്കാരം തന്ത്രികളെ. നമസ്കാരം. ആലത്തൂർ തെക്കേമടത്തിന്നാ. എത്ര നേരാന്ന് വെച്ചാ ഈ കാത്തിരിപ്പ്? ഉറക്കടച്ച പനി വരുന്ന പ്രകൃത എന്റത്. പനിന്നല്ല, മൊത്തം ഉറഞ്ഞു തുള്ളു. ഇനി അതെന്താ അങ്ങനെ? തന്ത്രിക്ക് അറിയില്ല വല്യത്താനെ. ആലത്തൂർ തെക്കേമഠത്തിലെ ഒറ്റക്കാരനോട് വല്യത്താൻ കൂടിയ കയ്യല്ലേ? കൂടിയ കയ്യാണെന്നോ? കോവിലകം നിറയെ ആത്മാക്കളാ, പ്രേതാത്മാക്കളെ. രാത്രിയും പകലും ഒന്നൊന്നുമില്ല, ആത്മാക്കളെ വശീകരിച്ചുള്ള സമ്പർക്ക വല്യത്താന്റെ പ്രധാന കർമ്മം. ഇപ്പൊ തന്നെ പ്രേതപൂജ കഴിച്ച് തന്ത്രി അദ്ദേഹത്തെ കാത്തിരിക്കുക വല്യത്താൻ. വരൂ വരൂ. തേവലശ്ശേരി തന്ത്രിപ്പാട് കോലോത്തേക്ക് അത്യ അല്ലേ? 180 കൊല്ലത്തെ പഴക്ക ഈ കോലോത്തിനെ. ഇത് പൊളിച്ചാലേ താപനിലയം കെട്ടാൻ പറ്റൂന്ന് വെച്ചാ അങ്ങനെ തീരുമാനിച്ചവർക്ക് ഭ്രാന്തൊന്നല്ലാതെ എന്താ പറയാ. ആയുസ് മുഴുവൻ നോക്കി നടത്തിയ ഈ കാര്യങ്ങള് ഇനിയിപ്പോ കോടതി വിധിയല്ലേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ തന്ത്രിപ്പാട്? കുറച്ചൊക്കെ അറിയാം. അങ്ങനെ കുറച്ചറിഞ്ഞാ മതിയാവില്ല. കൈകാര്യം ചെയ്യാൻ പോണത് സഹസ്ര വിരാജിത പൂജ. അതും 60 വർഷം മുമ്പ് ദുർമരണം കൊണ്ട് അന്യം നിന്ന പൂജ. സഹസ്ര വിരാജിതം പുനർജനിപ്പിക്കാൻ ഒരു കൂട്ടുകൾ എന്താണെന്നറിയോ? അറിയാം. തെക്കേ മഠത്തില് എല്ലാ വർഷവും നടന്നിരുന്നതാ വിരാജിതം. 114-ാം ആണ്ടില് കുട്ടിമാണി എന്ന ഇല്ലത്തെ കുട്ടിയാ പൂജയുടെ 10ാം പക്കം വിളക്കെടുത്ത്. കുട്ടി
ഭഗവതി കോവിലേക്ക് കയറി. എല്ലാരും കാത്തുനിന്നു. തിരിച്ചു വരവുണ്ടായില്ല. ഒരു മൃഗക്കാരൻ പയ്യൻ കഥ കഴിച്ചു. അന്ന് പൂട്ടിയതാ കോവിലിലെ പൂജപ്പടി. പിന്നെ തുറന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ എല്ലാം പുനർജനിപ്പിച്ച് ദേവിയെ വടക്കേ മനപ്പുരയിൽ കൊണ്ടിരുത്തണം. വിരാജിതത്തിന്റെ കുടുംബക്കാരെല്ലാം ഒന്നൊഴിയാതെ. അറിയാം. തെക്കേ മഠത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും എത്തുന്നുണ്ട്. 3ാം തലമുറക്കാരാ. ഇതുവരെ ആരും ഒന്നും വന്ന് നോക്കാൻ പോലും മെനക്കെടാറില്ലായിരുന്നു. ഇപ്പൊ എന്തോ എല്ലാവർക്കും ഒരു ഉഷാർ കാണുന്നുണ്ട്. തിടുക്കവും. പൂജ കഴിഞ്ഞാൽ മഠം വീതം വെക്കൂലോ. പണം കിട്ടും. അപ്പൊ വരാണ്ടിരിക്കില്ല. എന്തേ പന്തം കണ്ട പോലെ മിഴിച്ചു നിക്കണേ? ദേവിയെ കുളിപ്പിക്കാൻ ഒരു കൂട്ടെടുക്ക. നീ എടുക്ക. തന്ത്രിപ്പാടിന് എങ്ങനെയാ ഈ ആത്മാതീന്ദ്രിയങ്ങളെ ഭയം ഉണ്ടാ? ഏയ് ഭയപ്പാടൊന്നുമില്ല. അപ്പോ സങ്കല്പ ദൈവങ്ങളെ മനസ്സിൽ അങ്ങോട്ട് ധ്യാനിച്ച് ആത്മശക്തിയെ തരണം ചെയ്യാനുള്ള കേൾപ്പുറ ഒരുക്കി 60 വർഷമായി അടഞ്ഞുകിടക്കുന്ന ഭഗവതി കോവിൽ ആദ്യം തുറക്ക. ഇവിടെ അത്ര പന്തയല്ല. വല്യത്താന്റെ മുഖത്തൊരു പ്രത്യേക ഭാവം ശ്രദ്ധിച്ചോ നാരായണൻകുട്ടി? കണ്ടു, ഞാൻ കണ്ടു. എന്താ അത്? അതെ, കുട്ടിമാണി. കുട്ടിമാണി ഇറങ്ങിയിട്ടുണ്ട്. വിമാനി നമ്മളെ വല്ലതും ചെയ്യുമോ പപ്പാ? ഒന്നും ചെയ്യും. അടിച്ച് നിലത്തിടും. അയ്യോ, അത്രയല്ല. അതിനു മുമ്പ് പച്ചമാവിന്റെ കൊമ്പ് കിരികിരാന്നൊടിയുന്ന ശബ്ദം കേൾക്കും. അതിനു മുമ്പ് കാവിന്ന് കടവാവലിന്റെ ചിറകടി ശബ്ദം. അതിനു മുമ്പ് വിളക്കെല്ലാം അണഞ്ഞ് ഇരുട്ടാവും. അതിനു മുമ്പോ ഞാൻ പറഞ്ഞില്ലേ കുട്ടിമാണി. അയ്യോ, മുഴുവനും പോയി. ആ ഒച്ച ഉണ്ടാക്കുന്ന ഭീരുവിനെ തട്ടിക്കോ കുട്ടിമാണി. എന്നെ തട്ടരുത്, ഞാൻ ചെറുപ്പാണ്. പറങ്ങോട്ടില്ലാത്ത നമ്പൂതിരിമാരല്ലേ 60 വർഷം മുമ്പ് ശ്രേഷ്ഠവിധികൾ നടത്തിയിരുന്നത്? അതേ ഇല്ലത്തുനിന്ന് തന്നെ ആരാഴ്ച വരണ നന്നാ കാണിക്കണേ. പറങ്ങോട്ടില്ലെത്തുന്ന് മന്ത്രം പഠിച്ചവരാരും ജീവിച്ചിരിപ്പുണ്ടാവില്ല. ദുശകുനം. നിമിത്തം നോക്കിയാൽ ആരൂഢം തന്നെ പ്രശ്നമാണെന്നാ കാണണേ. വിഘ്നങ്ങൾ വലുതാ, അതും ഒന്നിനു പിറകെ ഒന്നെന്ന കണക്കിന്. ഈ തെക്കേമണം നിറയെ ആത്മാക്കളുടെ ശക്തിയാ. തീപ്പെട്ട ആത്മാക്കളെ അതങ്ങനെ അങ്ങ് നോക്കി നിൽക്കുക. എന്ന് വെച്ചാൽ അപകടങ്ങൾ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും വരാം, അതേക്കാൾ ഉപരി മരിച്ചവരിൽ നിന്നും വരാം.
നീ ഇവിടെ എന്ത് ചെയ്യ വെല്ലുത്താൻ വിളിക്കണു